ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മളൊരു കാറ്റഗിസിന് വേണ്ടിയിട്ട് നമുക്ക് സൺഡേസിൽ മാത്രമേ കിട്ടുന്നു, അതും 1-2 മണിക്കൂർ. പക്ഷെ ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. ഇപ്പൊ ഒരു തിങ്കളാഴ്ച ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു, സഭയുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു, ഓൺ ദ സ്പോട്ട് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ വരും, അതിന്റെ വീഡിയോസ് മറിച്ചും തിരിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ എല്ലാം വരും. പിന്നെ അവരുടെ മൈൻഡിൽ ആ ഇൻഫർമേഷൻ എല്ലാം ലോഡഡ് ആയിട്ടാണ് ഒരു സൺഡേ വരുന്നത്. അവിടെ നമ്മൾ അതിനെപ്പറ്റി പ്രബോധനം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഈ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം സഭയുടെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, നമ്മുടെ ഇടവകൾ കേന്ദ്രീകരിച്ചായിക്കോട്ടെ, ഒരു അപ്ഡേറ്റഡ് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഒരു ഇൻസിഡന്റ് നടന്നു, നമുക്കിപ്പോ പ്രസ് റിലീസും കാര്യങ്ങളും ഇറക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇപ്പൊ സഭയെ ആക്രമിക്കാൻ യൂസ് ചെയ്യുന്ന പല ഓൺലൈൻ ചാനൽസ് ഒക്കെ വളരെ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ വളരെ മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും സഭയെ അപമാനിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ പ്രചരണങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പം ഈ മാറുന്ന തലമുറയ്ക്ക് അത് കുറെ കൂടി സ്വീകാര്യമാവും. പക്ഷെ അതുപോലെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇടപെടലുകൾ, വീഡിയോ പ്രസന്റേഷൻസ്, അതിലേക്കൊക്കെ സഭ വളരേണ്ട ഒരു കാലമായില്ലേ പിതാവേ? ഇവിടെ ഈ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നിർവചിക്കേണ്ട ആവശ്യമുണ്ട്. സഭ വളരണം. ആരാ സഭ? ഇതിന്റെ പ്രശ്നം ഈ നേതൃത്വത്തിലുള്ളവർക്ക് ഈ ഒരു അവബോധവും ബോധ്യവും ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. നേതൃത്വത്തിലിരിക്കുന്നവർക്ക് അത് ഉണ്ടാകുന്നില്ല. കാരണം ഒരു ബിഷപ്പ് എന്ന നിലയിൽ എൻ്റെ ഈ കാര്യത്തിലുള്ള അവബോധം വളരെ കുറവായിരിക്കും. അതേ സമയത്ത് സാധാരണ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഈ മേഖലയിൽ വ്യാപരിക്കുന്ന ഒരാൾക്ക് വളരെയധികം കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഈ പറയുന്ന ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റിങ് കുറഞ്ഞു പോയതിന്റെ കാരണം തലപ്പത്തിരിക്കുന്നവർക്ക് ഇതേക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ വാട്സാപ്പ് ഉപയോഗിക്കാത്ത പിതാക്കന്മാരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതം വിചാരിക്കുമായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു വാട്സാപ്പ് ഉപയോഗിക്കാത്ത ഒരു പിതാവിന് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അതിലൂടെ എന്ത് വന്നു എന്ന് അറിഞ്ഞുകൂടാ, അതെങ്ങനെ ദുരുപയോഗം അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന അറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾക്ക് അതേക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിന്റെ നന്മ എന്താണെന്ന് അറിഞ്ഞാലല്ലാണ്ട് അതിന് നമുക്ക് അതേക്കുറിച്ചൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ. അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് തന്നെ ഒരു ഉദാഹരണം, ഒരു 5-8 കൊല്ലം മുമ്പാണ്. അന്ന് വാട്സാപ്പ് ഒന്നും ഇത്രയില്ല. അപ്പൊ അന്ന് യൂട്യൂബ് ഒന്നുമില്ല. ഞാൻ തന്നെ അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. ഞാൻ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി കുർബാനയ്ക്ക് പോവാണ്, ഇത് UP സ്കൂള്. അപ്പൊ എനിക്കറിയാം, ഞാൻ എൻ്റെ ഭാഷ ഉപയോഗിച്ച് ഹോമിൽ പറഞ്ഞ അവർക്ക് തിരിയല്ല. അന്ന് വലയെറിയുന്ന ഉപമയായിരുന്നു, കടലിലേക്ക് ആഴത്തിലേക്ക് വലയെറിയ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പോകുന്നതിന് മുമ്പായിട്ട് കുറെ ഇതൊക്കെ തപ്പി നെറ്റിൽ നിന്ന് കുറച്ച് ചിത്രമൊക്കെ എടുത്ത് ചെറിയ വീഡിയോ ഒക്കെ ആക്കി ഒരു 15-20 മിനിറ്റത്തെ ഒരു വീഡിയോ, എൻ്റെ പ്രൊജക്ടർ എല്ലാം ഉണ്ട്, ഞാൻ തന്നെ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി പള്ളിയുടെ അൾത്താരയുടെ മുമ്പിൽ ഒരു സ്ക്രീൻ പോലെ തുണിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഇത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല അവരോട്. അതിനകത്ത് വേർഡ്സ് അധികമൊന്നുമില്ല, ഡയലോഗൊന്നുമില്ല, ഒരു ചിത്രം, ഈ മൂവി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കുർബാന ചൊല്ലി, പിള്ളേരെല്ലാം കൂടി കുർബാന കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് വീണ്ടും പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ പിള്ളേർ വളരെ കൃത്യമായിട്ട് അതിന്റെ മെസ്സേജ് പറഞ്ഞു എന്നോട്. ഞാനൊരു വാക്ക് പോലും അവരോട് പറഞ്ഞില്ല. ഈ മൂവിയിൽ ഒരു സ്വരവും ഇല്ലായിരുന്നു, പക്ഷെ മ്യൂസിക് ഉണ്ടായിരുന്നു. എങ്ങനെ അവർ മനസ്സിലാക്കി? അതാണ് ഇന്നത്തെ കുട്ടികളുടെ സെൻസ്. ഈ വിഷ്വലാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത്. കാരണം അവരങ്ങനെ സ്കൂളിൽ കൂടെ വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ വേദപാഠത്തിന് അങ്ങനെ ഗെയിംസ് ഉണ്ടാക്കാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ഒരു മരുമോനുണ്ട്, അവൻ ഈ വീഡിയോ ഗെയിംസ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവന്. അവനോട് ഞാൻ 10-14 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ 10 പ്രമാണങ്ങൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് നീ ഒരു വീഡിയോ ഗെയിം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അവനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് ഈ വീഡിയോ ഗെയിം കളിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാകില്ല. അവർ വേണം ദിവസം മുഴുവൻ കളിച്ചു. ആ മെസ്സേജ് ഉള്ളിലേക്ക് കയറി. ഒരിക്കൽ ഞാൻ ഒരു വീഡിയോ ഗെയിം കണ്ടപ്പോൾ അതിനകത്ത് ഇതാണ് പോയിന്റ്സ് കിട്ടണം. അതിനകത്ത് ആ പോയിന്റ്സ് കിട്ടുന്നത് ഈ സിസ്റ്റേഴ്സിനെ കൊല്ലുന്നതാണ്. അതിന്റെ എത്ര സിസ്റ്റേഴ്സിനെ കൊന്നു അതാണ് അവരുടെ പോയിന്റ് ആയിട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ വരുന്നൊരു കുട്ടി എന്താ ചെയ്യുക? ഞാൻ റോമില് ഇവിടെ പായപ്പിനെ ഒരുക്കാൻ അവിടെ ചെന്നപ്പോ നടന്നു പോകാം റോട്ടിൽ കൂടെ. അപ്പോൾ ഒരു ഫ്ലാറ്റിന്റെ ഒരു സൈഡിൽ നിന്ന് ഒരു കൊച്ച് പെട്ടെന്നൊരു ഈ കളിത്തോക്കായിട്ട് ചാടി വീണ എന്റെ വെടിവെക്കാണ്. അതിന്റെ കാരണം എന്താ? അവൻ എവിടെ വീഡിയോ ഗെയിമിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ളൊരു വെടിവെക്കുന്നത്. അപ്പോ ഈ ടെററിസ്റ്റ് അങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മക്കളെ ദൈവവിശ്വാസത്തിലേക്ക് വളർത്താനും ഒക്കെ ഉപകരിക്കുന്നത്. അത് തന്നെയാണ്. കാരണം പിള്ളേർ ആ ഒരു മെത്തഡോളജിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ പിള്ളേർ ഈ ക്രിക്കറ്റ് കാണുന്നവരാണ് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ക്രിക്കറ്റിന്റെ ഇത് എറിയുന്നതായിട്ടും ബാറ്റ് ഇല്ലേ ബോൾ എറിയുന്നതായിട്ടൊക്കെ അവർ അഭിനയിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? ചില കൊച്ചുകുട്ടികൾ നൃത്തം പഠിക്കുന്നവരാണെങ്കിൽ അവർ അതിന്റെ ചുവടുകളൊക്കെ വെച്ചായിരിക്കും പോവുക. അപ്പോൾ ഇതുവരെ വല്ലാതെ സ്വാധീനിക്കും. ഇത് തന്നെയാണ് ഈ ഗെയിംസിൽ സംഭവിക്കുക. അതുകൊണ്ട് എൻ്റെ ചിന്തയിൽ ഒരു മിനിമം ഒരു 4 ക്ലാസ് വരെയെങ്കിലും
ഈ ടെക്സ്റ്റ് ഇല്ലാതെ ഈ രീതിയിൽ വേണമെന്നുള്ളതാണ് എൻ്റെ. പക്ഷെ അന്നേരം അതിനൊരുപാട് എക്സ്പെർട്ടീസ് ആവശ്യമുണ്ട്, റിസർച്ച് ആവശ്യമുണ്ട്, ചൈൽഡ് സൈക്കോളജി അറിയണം, കാശും വേണം. അപ്പൊ നമുക്ക് ഈ സമ്പത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും മറ്റു പല കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ പുതിയ പള്ളികൾ പണിയുമ്പം ഞാൻ ഓർക്കാറുണ്ട്, 1-2 പള്ളി ഞാൻ പറഞ്ഞു, പക്ഷെ നടന്നില്ല. നമ്മുടെ മധുവക്കാട് മുകളിൽ 2 വശത്തോട്ട് വലിയ 2 സ്ക്രീനുകൾ. അപ്പൊ LED സ്ക്രീനോ അല്ല, നമ്മുടെ TV സ്ക്രീൻ തന്നെയെങ്കിലും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കുർബാനയ്ക്ക് മുമ്പും അതിനിടയിലും അതിന് ശേഷമൊക്കെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനായിട്ട് ഈ കാണുന്ന എപ്പോഴും അവരുടെ മനസ്സ് നിൽക്കും. അതുപോലെ നമ്മുടെ സെമിനാരികളിലും ഈ ഫോർമേഷൻ ഹൗസിൽ ഞാൻ പറയാറുണ്ട് റിലീജിയസിന്റെ, നിങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കി ഒരു സങ്കീർത്തനം എടുത്തിട്ട് അതിനൊരു വിഷ്വൽ ഉണ്ടാക്കാൻ പറയുക, ഒരു മൂവി പോലത്തെ ചെറിയൊരു തരം വീഡിയോ. അത് രാവിലെ അവരുടെ ധ്യാന സമയത്ത് ആ കുട്ടി തന്നെ അത് പ്രൊജക്റ്റ് ചെയ്ത് വ്യാഖ്യാനിക്കട്ടെ. ഇവർ വളരെ നന്നായിട്ട് പഠിച്ചു വരും. പക്ഷെ അതിലേക്കൊന്നും പോകാനുള്ള ഒരു മനസ്സോ ഒരു പരിശീലനമോ ഒന്നും നമ്മുടെ ഈ സഭാതലങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ സഭ മാറേണ്ടതല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ മാറിക്കഴിഞ്ഞു. കാരണം സഭയിലെ ആൾക്കാരാണല്ലോ മാറുന്നത്. ആളുകൾ മാറിക്കഴിഞ്ഞു. മാറാത്തത് സഭ നേതൃത്വമാണ്. ഈ നേതൃത്വം മാറിയാൽ ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറുള്ളൂ. അത് വലിയൊരു പരാജയം, ഒരു പരാധീനതയായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിതാവ്, ഇന്നത്തെ മീഡിയ നമുക്കറിയാം. ഇപ്പം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന് വേണ്ടി, ദേശത്തിന് വേണ്ടി ഒത്തിരിയേറെ നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സന്യാസ സമൂഹങ്ങളായിക്കോട്ടെ, പാവപ്പെട്ടവരെ, രോഗികളെ, അനാഥരായിട്ടുള്ളവരെ ഒക്കെ ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പല മീഡിയാസിനും സോഷ്യൽ മീഡിയയ്ക്കും ഇതൊന്നും പലപ്പോഴും അവർ കാണുന്നില്ല. ഈ സന്യാസ സമൂഹത്തിൽ നിന്നും പുറത്തേക്ക് പോയ ചില മുൻ സന്യാസിനിമാരുടെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യും, അവർ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യും. പക്ഷെ ഇപ്പുറത്ത് നിസ്വാർത്ഥമായ നാടിനു വേണ്ടി ഈ സേവനം ചെയ്യുന്നവരെ ഒന്നും അവർ ഫോക്കസ് ചെയ്യുന്നില്ല. മാനന്തവാടി രൂപതയെ നമുക്കറിയാം, ഈ മുൻ സന്യാസിനി ലൂസി കലപ്പുര, ആളുടെ മടവും കാര്യങ്ങളൊക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നത്, ഒത്തിരിയേറെ വിവാദങ്ങൾ അവിടെ സൃഷ്ടിക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് മീഡിയ ഇത്തരക്കാർക്ക് കൂടുതലൊരു അറ്റൻഷൻ കൊടുക്കുന്നത്? മറു സൈഡിൽ നാടിന് നന്മ ചെയ്യുന്ന അതൊന്നും പലപ്പോഴും പലരും കാണാതെ പോകുന്നു. അത് വളരെ വ്യക്തമാണല്ലോ. കാരണം ഈ ലോകത്തിന്റെ ഭാഷയല്ല കർത്താവിന്റെ ഭാഷ, ഈ ലോകത്തിന്റെ മാനദണ്ഡമല്ല കർത്താവിന്റെ മാനദണ്ഡം. ഈ കർത്താവിന്റെ മാനദണ്ഡം നമ്മൾ പിൻചെല്ലാൻ തുടങ്ങിക്കഴിയുമ്പോൾ അതിന് എതിർപ്പുണ്ടാവും. കാരണം അത് ഈ ലോകത്തിന്റെ മാനദണ്ഡത്തിന് വിരുദ്ധമാണ്. മലയിലെ പ്രസംഗം മത്തായി 5:1-12, എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, ഇനി നിങ്ങൾക്ക് മുമ്പേ പോയ, എനിക്ക് മുമ്പേ പോയ പ്രവാചകന്മാരവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മയക്കുമരുന്നിനെതിരെ എല്ലാ പ്രാവശ്യവും ഒച്ചവെക്കുന്നത് ഈ സഭാ നേതൃത്വമാണ്. സ്വാഭാവികമായിട്ടും മയക്കുമരുന്ന് വിൽക്കുന്നവർക്ക് വലിയ നഷ്ടമുണ്ടാവും, അവരെതിർക്കും. ഇനി അവരെതിർക്കുന്നത് ഡയറക്റ്റ് ആയിട്ടല്ല, അവരെതിർക്കുന്നത് എപ്പോഴും ഈ സഭാ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ്. നമുക്കറിയാലോ, ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ഡിഫൻസ് മാത്രം പോരാ, പ്രതിരോധം മാത്രം പോരാ. കുറെ കഴിയുമ്പോൾ പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ ശക്തരായി കഴിയും അവര്. നമുക്ക് ആക്രമണം അല്ലെങ്കിൽ ഒഫൻസ് കൂടി വേണം. കൊല്ലാക്കൊല ചെയ്യണമെന്നല്ല, ഒഫൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും യുദ്ധം ജയിക്കില്ല. നമുക്ക് പലപ്പോഴും അതറിഞ്ഞുകൂടാ, നമുക്ക് ഈ ഡിഫൻസേ അറിഞ്ഞുകൂടും. നമ്മൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നു, അത് ഇഷ്ടമില്ലാത്തവരും അതുമൂലം നഷ്ടമുണ്ടാകുന്നവരും എന്ത് ചെയ്യും? നമ്മളെ താറടിക്കാൻ വേണ്ടി വേറെ ചില മേഖലകളെയാണ് പിടിക്കുക. ഇത് ചിലപ്പോൾ അവർ മിണ്ടിന്ന് വരില്ല, കാരണം അവർക്കറിയാം അതിൽ അവർ വിജയിക്കില്ല. അതുകൊണ്ട് അവര് നമ്മളെ വേറെ ചില ബലഹീനമായ ചില പോയിന്റ്സ് പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾക്ക് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ അവരുടെ ലക്ഷ്യം മനസ്സിലാവണം. പിന്നെ ആ ലക്ഷ്യം മനസ്സിലായാലും എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അത് നമ്മൾ കണ്ടെത്തണം. അത് കൂട്ടായ പരിശ്രമം, ബുദ്ധിയൊക്കെ ആവശ്യമുണ്ട് അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ എതിർക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. കർത്താവിന്റെ നാമം നിമിത്തം എല്ലാവരും എതിർക്കപ്പെടും. അത് ലോകത്തിൽ എന്നും ആയിരുന്നു, ഇന്നും അങ്ങനെയാണ്, ഇനി അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അതിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. സർപ്പങ്ങളെ പോലെ വിവേകം വേണം, പ്രാവുകളെ പോലെ നിഷ്കളങ്കതയും വേണം. ഈ സർപ്പങ്ങളെ പോലെ വിവേകം എന്ന് പറയുന്നത് ഇവരുടെ ഉദ്ദേശം തിരിച്ചറിയുക എന്നുള്ളതാണ്, ഇവരുടെ വഴികൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനെതിരെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം, അതിനെ നമ്മൾ എങ്ങനെ ആക്രമിക്കണം, ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. ഈ പ്രതിരോധവും ആക്രമണം ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നന്മ ചെയ്താലും അതിനെല്ലാം എതിർപ്പുണ്ടാവും. ആ എതിർപ്പിന്റെ കാരണം അവർക്ക് അതിലൂടെ നഷ്ടം വരും എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് മദ്യപാനത്തെ കുറിച്ച് പറയുമ്പോൾ സർക്കാർ ഒരു 25 മദ്യത്തിന്റെ ഔട്ട്ലെറ്റ്സ് തുറക്കാനായിട്ട് അനുവാദം കൊടുത്തെന്ന് കരുതുക. ഉടനെ തന്നെ മദ്യനിരോധന സമിതിക്കാർ സമരമായിട്ട് ഇറങ്ങും. അവരൊരിക്കലും നമ്മൾ ഈ പറഞ്ഞതിനെ എതിർക്കുകയല്ല. മദ്യനിരോധനത്തിന്
നിൽക്കുന്നവരെ അവരൊരിക്കലും എതിർക്കില്ല. പകരം ഈ മദ്യനിരോധനക്കാരുടെ മറ്റു ചില ബലഹീനതകളാണ് എടുക്കുക, അതിനെ അവര് മീഡിയയിലൂടെ കൊണ്ടുവരും. അപ്പൊ എന്ത് പറ്റും? അതിലൂടെ ഈ മദ്യനിരോധനക്കാര് ബലഹീനരായിത്തീരും. ഇതാണ് അവരുടെ തന്ത്രം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മീഡിയ എന്ന് പറയുന്നത് ഇന്നൊരു ഫാക്ടറിയാണത്. ഈ മീഡിയ ഒരു കമ്പനിയാണെന്ന് കരുതുക. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ആ പ്രോഡക്റ്റ് എന്ന് വാർത്തയാണ്. വാർത്തയാകാം, വെറും ഒരു വാർത്ത ആഭാസം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതുപോലെ വാർത്ത എല്ലാത്തിനും വാർത്തയാക്കി കൊണ്ടുവരാം അവർക്ക്. ചുരുക്കത്തില് ഈ ജനത്തിന് എന്താണ് ആവശ്യം, ജനം എന്താണ് കാണുക, ജനം എന്താണ് കേട്ടിരിക്കുക, ഇതാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ജനത്തിന് എപ്പോഴും താല്പര്യം അവരുടെ നേതൃത്വത്തെ കുറ്റം പറയുന്നതാണ്. ഒപ്പം തന്നെ പിതാവ്, ഇവർക്ക് കിട്ടുന്ന ഒരു ഫണ്ടിങ് സോഴ്സ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പരസ്യമാണ് പ്രധാനപ്പെട്ട ഒരു വരുമാനം. അപ്പൊ ഈ പരസ്യം പ്രധാനപ്പെട്ട പരസ്യദാതാക്കളുടെ അല്ലെങ്കിൽ അവരെ പിണക്കാൻ ഇവർക്ക് പലപ്പോഴും പറ്റില്ല. അതൊരു ഫാക്ടർ അല്ലേ ഇതിനകത്ത്? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ ഒരു മാധ്യമം നിലനിന്ന് പോകണമെങ്കിൽ അവർക്ക് പരസ്യമില്ലാതെ പറ്റില്ല. പത്രമാണെങ്കിലും അത് പ്രിന്റഡ് മാധ്യമങ്ങളാണെങ്കിലും അല്ലാത്താണെങ്കിലും അത് അവര് എന്ത് ചെയ്യും? അവർക്ക് ആരാണോ പരസ്യം കൊടുക്കുന്നത് അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യും അവര്. ആ പരസ്യം കൊടുക്കുന്നവരുടെ ഒരു കാര്യവും തെറ്റാണെങ്കിൽ ഒന്നും അവരിടിയല്ല. ചെറിയൊരു നന്മ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്തിടും. അതുപോലെ വലിയൊരു തിന്മയാണെങ്കിലും കുഞ്ഞായിട്ട് എഴുതും അവര്. അത് TV ആണെങ്കിലും പത്രമാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അത് തന്നെയാണ്. ഇനി വേറൊന്നുള്ളത്, ഇന്നത്തെ നമ്മുടെ പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള തിന്മകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. മാത്രമല്ല യൂട്യൂബിനെ സംബന്ധിച്ച് പറയുമ്പോൾ യൂട്യൂബില് കാഴ്ചക്കാരുടെ എണ്ണം അനുസരിച്ച്, കാഴ്ചക്കാർ കാണുന്നതിന്റെ ദൈർഘ്യം അനുസരിച്ച് വരുമാനം കിട്ടും. അത് എത്രയോ ലക്ഷങ്ങൾ കിട്ടുന്നവരുണ്ട്. ഈ യൂട്യൂബ് എന്ന് പറയുന്നത് വലിയൊരു വരുമാന സ്രോതസ്സാണ്. അവരത്രയും കാശ് മുടക്കി ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുമ്പോൾ കാഴ്ചക്കാർ വേണം. അപ്പൊ കാഴ്ചക്കാർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് അവർ ഉണ്ടാക്കും. അതാണ് അതിൻ്റെ. അത് ഈ ഉണ്ടാക്കുന്നയാൾ അത്രയും ധാർമ്മികതയുള്ള ആളല്ലെങ്കിൽ ഏത് വീഡിയോ ഉണ്ടാക്കും. നമുക്കറിയാം, ഇന്ന് യൂട്യൂബിലുള്ള പല ചാനൽ എടുത്ത് നോക്കുക, ഫേസ്ബുക്ക് ചാനൽ എടുത്ത് നോക്കുക, വളരെ വൃത്തികെട്ടതുണ്ടാവും. അല്ലെ ഇപ്പൊ പോർണോഗ്രഫി ഇഷ്ടംപോലെ ഇല്ലേ? കാരണം അത് കാണാൻ ആളുണ്ട്. ചൈൽഡ് പോർണോഗ്രഫി അത് കുറ്റകരമാണ്, പക്ഷെ എന്നാലും അതുണ്ടാക്കുന്നു, കാണും. ഡാർക്ക് വെബ്, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത്, ബോംബ് ഉണ്ടാക്കാനും അല്ലെ ഇപ്പൊ ഈ ക്രിപ്റ്റോ കോയിൻ അത് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് ഈ ലാഭം നോക്കുന്നവൻ എപ്പോഴും ധാർമ്മിക നോക്കണമെന്നില്ല. അവന് ലക്ഷ്യം പണമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം, അത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ അതില്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും? അത് കുറെ അധികം റിസർച്ച് വേണം. ഈ റിസർച്ച് നടത്തണമെങ്കിൽ തിയോളജിയും ഫിലോസഫിയും പഠിച്ച എനിക്ക് ആകെയല്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്കത് പറ്റുകയില്ല. അങ്ങനെയുള്ള നമ്മുടെ നല്ല ഒന്നാന്തരം ചെറുപ്പക്കാരുണ്ട്. അതാണ് ഈ നടപടി പുസ്തകം പറയുന്നത്. നിങ്ങളിൽ ആത്മാവ് കൊണ്ട് നിറഞ്ഞവരെയും സുസമ്മതരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇന്ന് നല്ല പഠിച്ചവരും മിടുക്കരായിട്ടുള്ളവർ, അവരെ കൊണ്ടുപോവാ, അവരിത് ചെയ്തോളും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാ പറയുന്നത്. ഇപ്പൊ എന്നെ കാണുമ്പോൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. ഒരു പക്ഷേ നിങ്ങളെ കാണുമ്പോൾ അത്രയും പറയുന്നില്ലായിരിക്കും, പറയാമെന്നല്ല, പക്ഷെ അതിൽ കൂടുതൽ എന്നെ കാണുമ്പോൾ പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവനാന്നുള്ളതാണ്. എനിക്ക് നേരമില്ലെങ്കിലോ? അപ്പൊ എന്റെ ദൗത്യം കൂടുതലാണ് എന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിപ്പിക്കാനായിട്ട് വരുന്ന ഓരോ വ്യക്തി എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു വക്കീലിന്റെ അടുത്ത് ചെല്ലുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, നിയമോപദേശം തേടാനാണ്. അപ്പൊ അതിനർത്ഥം അയാൾ ആ നിയമത്തിൽ കൂടുതൽ അവഗാഹം നേടണമെന്നുള്ളതാണ്. ഇവിടെ ഈ സഭയുടെ ഭാഗത്ത് ഇത് നടക്കണമെങ്കിൽ നമ്മൾ ഈ വൈദിക അല്ലെ പുരോഹിത നേതൃത്വം അവര് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ഈ അൽമായ നേതൃത്വം ഈ പറയുന്ന മേഖലകളിൽ എക്സ്പെർട്ടീസ് നേടിയിട്ട് അത് ചെയ്യുകയും വേണം. അപ്പൊ നല്ല പ്രോഡക്റ്റ് അന്നേരമാണ് ഉൽപ്പാദിപ്പിക്കുക. അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ നമുക്ക് നേരിടാൻ പറ്റണമെങ്കിൽ അവരുടെ രീതികൾ അറിയണം, ഉദ്ദേശം അറിയണം, അവരുണ്ടാക്കുന്ന ഇതൊരു പൊതുബോധം സൃഷ്ടിക്കലാണ് പലപ്പോഴും. മനസ്സിലായല്ലോ? അപ്പൊ നേതൃത്വം ഉള്ളത് കൊണ്ടാണ് ഇന്ന് കത്തോലിക്കാ സഭ ഇതുപോലെ ശക്തമായിട്ട് നിൽക്കുന്നത്. ആ നേതൃത്വത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ഇടയനെ തല്ലി ആടുകളില്ല ചെറും അതായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇപ്പൊ സീറോ മലബാർ സഭയുടെ കാര്യം പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം. ഈ പ്രതിസന്ധികളുടെ എല്ലാം പിന്നിൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ട്. തീർച്ചയല്ലേ ഉണ്ട്. ഈ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഈ ക്രൈസ്തവ സമുദായത്തിന് ഈ രാഷ്ട്രീയ മേഖലയിൽ സ്വാധീനം കുറഞ്ഞു വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇപ്പം 80-20 വിഷയമായിക്കോട്ടെ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ പ്രാതിനിധ്യമായിക്കോട്ടെ, ഒപ്പം തന്നെ ഈ ക്രൈസ്തവ സമുദായം നേരിടുന്ന പല വിഷയങ്ങളും നമുക്കറിയാം. ഈ കക്കുകളി പോലുള്ള വിഷയങ്ങൾ, ഇപ്പൊ പാലാ പിതാവിന്റെ പ്രസംഗം, അതിലൊക്കെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സഭയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ ഒരു ആയുധമാക്കിയത് മാറ്റുന്നുണ്ട്. മറു സൈഡിൽ ഇപ്പൊ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള പലരും, എല്ലാവരും അല്ല, പലർക്കും സ്വന്തം
സമുദായത്തിന്റെ ഒരു ശബ്ദമായി മാറാൻ. അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് പൊതുസമൂഹത്തിന് വേണ്ടി, അത് ഓക്കെയാണ്. പക്ഷെ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും പലരും പലപ്പോഴും നിൽക്കാതെ പോകുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടാണ്? പക്ഷെ ഒരു കാലഘട്ടത്തിന് മുമ്പ് നാം നോക്കുമ്പോൾ ശക്തമായിട്ടുള്ളൊരു സ്വാധീനം നമ്മുടെ ക്രൈസ്തവ സമുദായത്തിന് രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാലഘട്ടത്തിന് ഇപ്പുറം അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഏകദേശം ഒരു പോയി കഴിഞ്ഞൊരു അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മുൻകാലങ്ങളിൽ അത് ഉണ്ടായിരുന്നതിന്റെ കാരണം ഇതായിരുന്നു. അവർ കുറച്ചുകൂടി ക്രൈസ്തവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അതിൽ ആഴപ്പെട്ടവരും അതിനെക്കുറിച്ച് അഭിമാനിച്ചിരുന്നവരുമാണ്. ഇന്ന് അഭിമാനം പോയി, ആഴമില്ല, ഈ വിശ്വാസത്തിൽ ആഴമില്ല. ഇതിന് വേറൊന്നുള്ളത്, നമ്മുടെ ഇന്നത്തെ ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ ഈ മതബോധനത്തിന് കാരണമായിട്ടുണ്ട്. ഒരുപാട് അറിവുകൾ അതിൽ കൊടുക്കുന്നുണ്ട്. അറിവുകൾ ബുദ്ധിയിൽ മാത്രമേ ഉള്ളൂ. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു വികാരമായി മാറുന്നത്, ഒരു സമുദായ വികാരമായി മാറുന്നത്. അപ്പോൾ ആ വികാരം ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ. ഇപ്പം ആ വികാരമില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഞാൻ പറയും, നമ്മുടെ ഈ ക്രൈസ്തവരുടെ എന്തുകൊണ്ട് ക്രൈസ്തവർ ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കാണാം, ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്, വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കാനും ഹൃദയ പരമാർത്ഥയോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാനുമായിട്ടാണല്ലോ ഞാൻ അവനെ സൃഷ്ടിച്ചതെന്ന് ദൈവം പറയുന്നത്. അപ്പോൾ വിശുദ്ധിയിലും നീതിയിലും എന്ന് പറയുന്നത് ദൈവത്തെ പോലെ ഈ ലോകത്തെ ഭരിക്കാൻ, അതാണ് വിശുദ്ധി നീതി. ഭരിക്കാനെങ്കിൽ എന്ത് വേണം? ആള് വേണം, വേണ്ടേ? ഭരണതലത്തിൽ ആള് വേണ്ടേ? അപ്പോൾ ആദ്യമായിട്ട് ഇതാണ് ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്നുള്ള ബോധ്യം വേണം. 2, അങ്ങനെ ആ ബോധ്യത്തോടു കൂടി ഭരിക്കാനുള്ള കടപ്പാട് എനിക്കുണ്ട് എന്നുള്ള ബോധ്യം വേണം. ഇത് രണ്ടും നമ്മൾ കൊടുത്തില്ല. നമ്മൾ വേദപാഠത്തിലൊക്കെ ഒരുപാട് താത്വികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ചരിത്രപരമായ അറിവ് കൊടുത്തു, പക്ഷേ ബോധ്യങ്ങൾ കൊടുക്കാൻ അത് ഉപകരിച്ചില്ല. നിന്നെ ദൈവം സൃഷ്ടിച്ച എന്തിനാണ്? ഞങ്ങളൊക്കെ ചെറിയ വേദോപദേശം പഠിച്ചവരാണ്, ഇന്നത്തെ പോലുള്ള പുസ്തകമല്ല. അപ്പൊ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് സേവിച്ചത് അതാണ്. അതെവിടെയും ബൈബിൾ കണ്ടെത്തില്ല. ബൈബിൾ പറയുന്നത് എന്താണ്? വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നീ വിശുദ്ധിയിൽ നീതിയിലും വ്യാപരിക്കുന്ന ആളായിരിക്കണം. ഭരിക്കാൻ വേണ്ടി നിനക്ക് എന്ത് വേണം? അധികാര തലങ്ങളിൽ നീ കയറണം. അതിനാള് വേണ്ടേ? അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ 29-ാം അധ്യായത്തില്, ഞാൻ എവിടെയോ പണ്ടൊരിക്കൽ പറഞ്ഞതിന് ഓർക്കുന്നു, 4, 5, 6, 7 വാക്യം വായിച്ചു നോക്കാം. അവിടെ പറയുന്നത്, നിങ്ങൾ പ്രവാസ ലോകത്തേക്കാണ് പോകുന്നത്. എവിടെ? ബാബിലോണിൽ. അവിടെ ചെന്ന് നിങ്ങൾ വീട് വെക്കണം. നിങ്ങൾ വീട് വെക്ക മാത്രമല്ല, തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കണം. നിങ്ങൾ കല്യാണം കഴിക്കണം. നിങ്ങൾക്ക് മക്കളുണ്ടാവണം. അവരെ കല്യാണം കഴിപ്പിക്കണം. അവർക്ക് മക്കളുണ്ടാവണം. നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത്. ഇത് നമ്മൾ ഈ ഒരു ബോധ്യം കൊടുത്തില്ല. കാരണം എന്താണ്? ഈ ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കണമെങ്കിൽ ആള് വേണം. ആളുണ്ടായെങ്കിൽ മാത്രമേ ഭരണതലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല, ആ ബോധ്യം വരണം. ഇത് ഈ വിശുദ്ധ ഗ്രന്ഥം നിരന്തരം വായിച്ച് ബോധ്യപ്പെടണം. അതൊന്ന്. 2-ാമത്തെ കാര്യം, ഹൃദയ പരമാർത്ഥയോടുകൂടി വിധികൾ പ്രസ്താവിക്കാൻ. നിന്നെ ഈ ബാഹ്യമായിട്ടുള്ള ഒരു കാര്യം സ്വാധീനിക്കരുത്. നീ നിഷ്പക്ഷമായിട്ട് വിധികൾ പ്രസ്താവിക്കുന്ന നിന്റെ ആൾക്കാർ എവിടെ വേണം? ജുഡീഷ്യറി വേണം, പോലീസിൽ വേണം. ഉണ്ടോ? ഇല്ല. ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. അതല്ലേ പ്രശ്നം ഉണ്ടായേ. ഇത് ചെറുപ്പം മുതലേ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനാണ്. ഈ 2 തലങ്ങൾ നിങ്ങൾ വേണം, എങ്കിലേ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നുള്ളൂ. എന്നാരും പറഞ്ഞു കൊടുത്തില്ല. ഇവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് ഈ അവബോധം കുറഞ്ഞു പോയെങ്കിൽ അത് നമ്മുടെ ഈ ഓവറോൾ പരിശീലന പദ്ധതിയുടെ ഒരു പ്രശ്നം കൂടിയാണത്. നമ്മൾ കൂടുതൽ ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും കാതലായിട്ടുള്ളതിനെ മറന്നു കളയുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ ഒരു കാരണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അതുകൊണ്ടാണ് പാർലമെന്റിൽ പോയാലും നിയമസഭ പോയാലും നമ്മുടെ ആളുകൾ പോലും നമുക്ക് വേണ്ടിയൊന്നും പറയാതിരിക്കുന്നത്. വളരെ അവര് ഉന്നയിക്കുന്ന ഒരു ആശങ്കയാണ് പിതാവേ, ഈ വേണ്ടത്തൊരു പ്രോത്സാഹനം ഇപ്പം സഭയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല, അങ്ങനെ ഒരു ആശങ്ക ഉന്നയിക്കും. സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഈ സഭാ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുന്ന പറഞ്ഞ ഇത് വിശ്വാസത്തെ സംബന്ധിച്ച് ആരും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ലത്. എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ എന്നെ ആരും പ്രോത്സാഹിപ്പിക്കണ്ട. കാരണം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ വിശ്വാസമാണ്. ഞാനിപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കുട്ടിയായിരിക്കുമ്പോൾ നല്ലതാണ്, അത് വളർന്നു വരുവാണ്. അതേസമയത്ത് ഞാൻ പൗലോസിലെ പറയുന്ന പോലെ, ഇനി നിങ്ങൾക്ക് പാലല്ല ആവശ്യം, നിങ്ങൾക്ക് ഖരഭക്ഷണമാണ് ആവശ്യം. ഇതിനകം തന്നെ നിങ്ങൾ പ്രബോധകനാവേണ്ടതായിരുന്നു. എബ്രായർ ലേഖനം പറയും, നമ്മളാകാത്ത എന്തുകൊണ്ടാണ്? നമ്മളിപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? 60 വയസ്സായ ഒരാൾക്ക് പിന്നെയും പ്രോത്സാഹനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം എൻ്റെ വിശ്വാസം പക്വത പ്രാപിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ വീട്ടിൽ തന്നെ എടുത്തു നോക്കുക, വീട്ടിൽ
കല്യാണം കഴിച്ചവരാണെങ്കിൽ എല്ലാ ദിവസവും ഭാര്യ പറയും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഭർത്താവിനോട് പറയുമോ? ഭർത്താവ് പറയും നീ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന് പറയുമോ? ഇല്ല. കാരണം അവർക്ക് ആ ബോധ്യമുണ്ട്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, ഇനി ഞാൻ എൻ്റെ കടമയാന്നുള്ളത്. ഈ സഭാതലത്തിൽ പറ്റുന്ന എന്താണ്, നമുക്ക് അങ്ങനെ വിശ്വാസ തലത്തിൽ അങ്ങനെ ഒരു ബോധ്യം വരുന്നില്ല. അതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ എന്നെ ആരും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല പറയാനായിട്ട്. ഇന്നിപ്പോ ഞാനിവിടെ രാവിലെ 4 മണിക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടെ വരുന്നത്. എന്നെ ആരും പ്രോത്സാഹിപ്പിച്ചിട്ടല്ല. അത് ഇവിടുന്ന് ചോദിച്ചു വരാമെന്ന് ചോദിച്ചു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു പരിധി വരെ വരാമെന്ന് ചോദിച്ചല്ല, ഞാൻ വരാമെന്ന് പറഞ്ഞതാണ്. ഞാൻ എല്ലാ ഞായറാഴ്ചത്തെയും നമ്മുടെ വായനകളെ കുറിച്ച്, കുർബാനയിലെ വായനകളെ കുറിച്ച് ഒരു 10-15 മിനിറ്റ് ഒരു പരിചയം എല്ലാ ഞായറാഴ്ചയും കൊടുക്കുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. അത് ആരും പറഞ്ഞിട്ടൊന്നുമല്ലേ, എൻ്റെ ബോധ്യം അതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ബോധ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രോത്സാഹനം വേണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. വേണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഈ പ്രോത്സാഹനം പ്രതീക്ഷിച്ചാൽ എൻ്റെ രൂപത്തിൽ 1,78,000 ആളുണ്ട്. എനിക്ക് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എൻ്റെ വിശ്വാസമാണ് എന്നെ ഇത് വൈദികർക്ക് സന്യസ്തർക്കും ഒക്കെ ഇത് തന്നെയാണ്. പിന്നെ വേറൊന്നുണ്ട്, എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്വാർത്ഥരായിപ്പോൾ ഒരുപാട്. ഇപ്പം നമ്മളൊരു MLA ആയിട്ട്, ഒരു MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മാത്രമല്ല, അത് അവിടെ ആ ഒരു പ്രദേശത്തുള്ള ആ നിയോജക മണ്ഡലത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് തന്നെ അതിനർത്ഥം എൻ്റെ വിശ്വാസത്തെ, എൻ്റെ സമുദായത്തെ ഞാൻ കളയണമെന്നുള്ളതല്ല. ഈ എൻ്റെ സമുദായത്തിന്റെ കാര്യം പറയുമ്പം അതിന് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് വർഗീയതയല്ല. എൻ്റെ സമുദായത്തിന് മാത്രം മതി എന്ന് പറയുമ്പോഴാണ് അത് വർഗീയതയായി മാറും. അല്ലെങ്കിൽ മറ്റവന്റെ സമുദായത്തിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിന്റെ പേര് ഞാൻ വഴക്കുണ്ടാക്കുമ്പോൾ അത് വർഗീയതയായി മാറും. അങ്ങനെയല്ല, എല്ലാവർക്കും ഇത് ലഭ്യമാകണം എന്നുള്ളതാണ്. പിന്നെ ഒരു ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ജനാധിപത്യത്തിൽ വോട്ടാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ ഭരണാധികാരികൾ, ഇപ്പൊ ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തരാൻ ഒരു താല്പര്യം കാണിക്കണമെങ്കിൽ എൻ്റെ കൂടെയുള്ളവരുടെ എത്ര വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്നറിയണം. കാരണം ജനാധിപത്യത്തിൽ വോട്ടിനാണ് ശക്തി. ഈ വോട്ടില്ലാത്തവരെ പരിഗണിക്കുകയല്ല. അതിൻ്റെ ഒരു സ്വാഭാവികതയാണത്. ഏതൊരു സമുദായത്തിനും ഒരു കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ സമുദായത്തെ ആ കാൻഡിഡേറ്റ് മാനിക്കും, അല്ലെ മാനിക്കില്ല. ഇന്ന് ക്രൈസ്തവർക്ക് പറ്റിയത് അത് ക്രൈസ്തവർക്ക് ഇന്ന് സാധിക്കുന്നില്ല. അങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതൊന്ന്. 2, അതിന് മാത്രമുള്ള അംഗങ്ങളില്ല, എണ്ണമില്ല, എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികം നമ്മുടെ കുടുംബങ്ങളുടെ എണ്ണം കുറഞ്ഞു, മക്കളുടെ. 2, ഉള്ളവർ തന്നെ നല്ല വിദ്യാഭ്യാസം നന്നായിട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. 3ാമതായിട്ട് നല്ല വിദ്യാഭ്യാസം കിട്ടിയവർക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് നമുക്കറിയാം ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും ചെറിയ ജോലികൾ ഉണ്ടാവും. ബ്യൂറോക്രസി, നമുക്കറിയുന്ന ബ്യൂറോക്രസിയാണ് ഒരു പരിധിവരെയെങ്കിലും ഭരണം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസർ എഴുതുന്നൊരു കാര്യം ഒരിക്കലും ഒരു മുഖ്യമന്ത്രി പോലും തിരുത്തിയെന്ന് വരില്ല, കാരണം നിയമത്തിന് വിരുദ്ധമാവും. അതുകൊണ്ട് അപ്പോൾ ഈ വില്ലേജ് ഓഫീസർ കിട്ടുന്ന ശമ്പളം വലിയ ശമ്പളമൊന്നും ആയിരിക്കില്ല. ഈ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ നമ്മുടെ ആളുകൾ തയ്യാറല്ല. ഇതിന് ഒരു പരിധിവരെ ഞാൻ കാണുന്നൊരു കാരണം നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം കൾച്ചർ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട അംശമാണ്. ഈ ഇംഗ്ലീഷ് മീഡിയം കൾച്ചറിന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എലീറ്റ് ഗ്രൂപ്പിനെയാണ് വാർത്തെടുക്കുന്നത്. ഈ എലീറ്റ് ഗ്രൂപ്പിന്റെ ചിന്ത എപ്പോഴും വലിയ വലിയ പ്രൊഫഷൻസ് ആണ്. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ളത് മാത്രമാണ്. അതായത് വിദേശ ജോലി, ഇതൊക്കെയാണ്. അവർക്ക് ഒരു 4 ശമ്പളം ചെറുതൊന്നും പോരാ, വലിയ 4 തന്നെ വേണ്ടി വരും. ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ചെറിയ ജോലികളിലേക്ക് പോകാത്തത്. അതേ സമയത്ത് നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബ്യൂറോക്രസി നമ്മുടെ ആള് വേണ്ടേ? സത്യസന്ധതയോടെ കൈക്കൂലി വാങ്ങിക്കാതെ മുഖം നോക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓഫീസറാണെങ്കിൽ അതൊരു കുഞ്ഞു ജോലിയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ആളുകൾ ഒരു സമുദായത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും പൊതു നന്മയെ നോക്കാതെ ഒരു പരിധിവരെയെങ്കിലും ഈ സ്വാർത്ഥതയോടുകൂടി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അതിനൊരു പരിധിവരെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇംഗ്ലീഷ് മീഡിയം കൾച്ചർ അതിനകത്തൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം അവിടെ നമുക്ക്, എൻ്റെ ഒരു ദൃഷ്ടിയിൽ, ഒരുപാട് വലിയ രാജ്യസ്നേഹമൊന്നും അങ്ങനെ വരുന്നില്ല. അവർ വേറൊരു ലോകത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. മീഡിയം തന്നെ ഇംഗ്ലീഷ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മാതൃഭാഷയോടൊക്കെ ഒരു പുച്ഛമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഇതെല്ലാം ഇതിനെ കുട്ടികളുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയില്ല. നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ നന്നായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ കുട്ടികൾ തന്നെ ആയിരിക്കും ഇവിടെ ഭരണത്തിലും വരേണ്ടത് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ നമ്മുടെ അയൽ സംസ്ഥാനത്തെ തെലങ്കാനയിലെ ഫിനാൻസ് മിനിസ്റ്ററുടെ, അത് വ്യവസായ മന്ത്രിയുടെ ആണ്, മനോഹരമായ എന്തായാലും പറയുന്നത്,
കിറ്റക്സ് ആ, സ്വാഗതം ഞങ്ങളുടെ സംസ്ഥാനത്തിന് നന്മ ഉണ്ടാകണം, ഞങ്ങളുടെ ആളുകൾക്ക് ജോലി കിട്ടണം, അതിന് വേണ്ടിയിട്ട് മാത്രമല്ല. ഇയാൾ എനിക്ക് തോന്നുന്നത് ഹാർവാർഡ് കണ്ട് പഠിച്ച ആളാ. അയാളുടെ നല്ല സുന്ദരമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങള്, അയാളുടെ കൺസെപ്റ്റ്സ്, അയാളുടെ സംസ്ഥാനത്തുള്ള സ്നേഹം, ഇത് നമുക്ക് പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇതിന്റെ. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് താല്പര്യം ഉണ്ടാവണം, അതുപോലെ ചെറിയ ജോലികൾ കിട്ടാൻ ബ്യൂറോക്രസി കയറാൻ താല്പര്യം ഉണ്ടാവണം, പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് എണ്ണവും വേണം. ഇതെല്ലാം കൂടെ വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഈ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുള്ളൂ. പിതാവ്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്വീകരണ യോഗത്തിനിടയിൽ അഭിവന്ദ്യ പെരുന്തോട്ടം പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് രക്ഷപ്പെടണമെങ്കിൽ കേരളം വിടണമെന്ന തോന്നൽ കുട്ടികളുടെ മനസ്സിൽ നിന്നും ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പൊ അതിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, ഇവിടെ എല്ലാം ശരിയാണ്, ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്, ഇവിടെ എല്ലാം ഓക്കെയാണ്. ഇവിടെ എല്ലാം ഓക്കെയാണോ പിതാവ്? അല്ല, ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ആശങ്കപ്പെടേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാശങ്കപ്പെടേണ്ടെന്ന് പറഞ്ഞ്? എന്റെ ആശങ്ക ഉണ്ട് എന്ന് ഞാൻ പറയുമ്പം അത് ആശങ്കപ്പെടേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ആശങ്ക ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എല്ലാം ഓക്കെ അല്ല, നമ്മളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ട്. അതെന്തുകൊണ്ടാണ് ആശങ്ക ഉണ്ടാകുന്നത്? കാരണം ഈ കത്തോലിക്ക സഭ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുമുണ്ട്. അതിലൂടെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. പക്ഷേ ആനുപാതികമായിട്ട് ഈ വിദ്യാഭ്യാസം കിട്ടിയവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അവര് ഉണ്ടാക്കേണ്ടത് നമ്മളല്ല, അത് സർക്കാരാണ്. സർക്കാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സർക്കാർ ഫാക്ടറികൾ വെച്ചിട്ടോ ഒന്നുമല്ല, പോളിസികളാണ്. നല്ല പോളിസികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യവസായികൾ വന്നോളും. നമുക്കറിയാം, നമ്മുടെ മന്ത്രിമാരൊക്കെ വിദേശത്ത് പോകാറുണ്ട് ഈ നിക്ഷേപം ക്ഷണിക്കാൻ വേണ്ടി. നിക്ഷേപം ക്ഷണിക്കാൻ വേണ്ടി ആരും പോകേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് വരും. ഇവിടെ അതിന് കൺഡ്യൂസീവ് ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ എനിക്കിവിടെ നികുതി 5 കൊല്ലത്തിന് നികുതി ഇളവ് കിട്ടുമെങ്കിൽ, ഒരു ഏകജാലക സംവിധാനത്തിന്റെ അനുവാദത്തിനുണ്ടെങ്കിൽ, ഞാൻ ഒരു അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയെല്ലാം കിട്ടുമെങ്കിൽ, അതുപോലെ തന്നെ എന്നെ ഈ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് ഓരോ ദിവസം പീഡിപ്പിക്കുകയല്ലെങ്കിൽ ഞാൻ വരികയില്ല ഇവിടെ. നമ്മള് ഈ ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേക അല്ലെങ്കിൽ ചുമതല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യവസായികളെ മുഴുവൻ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളതാണ്. ആകർഷിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ഇപ്പോൾ തെലങ്കാനയിലേക്കോ തമിഴ്നാട്ടിലേക്കോ അവർ പോകുന്ന എന്തുകൊണ്ടാണ്? അവർക്ക് 100, 200, 300 ഏക്കർ ഭൂമി അവർക്ക് അവിടെ സൗജന്യമായിട്ട് കൊടുക്കും, ടാക്സുകൾ കൊടുക്കും, കറണ്ട് കൊടുക്കും, അതുപോലെ നല്ല റോഡ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഉദ്യോഗ പീഡനം ഒന്നും ഉണ്ടാകില്ല, ഉദ്യോഗസ്ഥ പീഡനം, അങ്ങനെയുള്ളതൊക്കെ അവർ പൊക്കോളൂ. അതുകൊണ്ട് ആരും വിദേശത്തേക്ക് നിക്ഷേപം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇങ്ങോട്ട് വന്നോളും, അത് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ നടക്കുന്നില്ല. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം എന്തെങ്കിലും കൃത്യസമയത്ത് പരീക്ഷ നടക്കുന്നുണ്ടോ? ഇല്ല. ഇനി പരീക്ഷ നടന്ന അതിന്റെ വാല്യുവേഷൻ കൃത്യമാണോ? അല്ല. ഇത്രയും വലിയ മോഡേണൈസേഷൻ, ഡിജിറ്റൈസേഷൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഇത്രമാത്രം താമസം പരീക്ഷ നടത്താനും പരീക്ഷയുടെ വാല്യുവേഷൻ നടത്താനും മാർക്ക് പ്രസിദ്ധീകരിക്കാനും ഒക്കെ എന്തിനാ ഇത്രമാത്രം താമസം? എന്തിനാണ്? പിന്നെ ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ തനി രാഷ്ട്രീയ കളരികളായി മാറിയില്ലേ? അതൊന്നും ഇനി നമ്മുടെ കുട്ടികൾക്ക് അത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇവിടെ അതിനുള്ള ജോലി സാധ്യതയില്ല. ഇപ്പൊ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ കുഴി കുത്താനൊക്കെ വന്നത് കേബിൾ ഇടാനായിട്ട്. ഇന്ന് ഒരാളും ഇവിടെ നിന്ന് വരുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്താ? അവിടെ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റികളും സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജും ഇഷ്ടംപോലെ അനുവദിച്ചു. കുട്ടികളെല്ലാം അവിടെ പഠിച്ചിറങ്ങിയപ്പോൾ അവർക്ക് ജോലി കൊടുക്കാനായിട്ട് കമ്പനികളെ ക്ഷണിച്ചു. നമ്മുടെ വാഹന കമ്പനികൾ, പ്രധാനപ്പെട്ട ലക്ഷറി കമ്പനികളെല്ലാം അവിടെയാണ്. ആ ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ അനുബന്ധ വ്യവസായങ്ങൾ, ടയർ വ്യവസായം, അല്ല അതിന്റെ സ്പെയർ പാർട്സ് വ്യവസായം, പെയിന്റ് വ്യവസായം, പിന്നെ അനുബന്ധമായിട്ട് ഇതിന്റെ ലോജിസ്റ്റിക്സ്, സാധനം കൊണ്ടുവരാനും കൊണ്ടുപോകാനും, കുറിയർ സർവീസുകൾ, ടാക്സി സർവീസുകൾ, ഓട്ടോ, ഇതെല്ലാം വരും. പിന്നെ അപ്പോൾ ഒരു ചെറിയൊരു വ്യവസായം എന്നാൽ ചുറ്റുപാട് ഒരുപാടെണ്ണം മറ്റത് വരും, നിരവധി തൊഴിലവസരങ്ങളും. ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ ഞാൻ ഓർക്കുന്നത്, അന്ന് വളരെയധികം പ്രതിസന്ധിയുള്ള കടന്നിട്ടാണ് ആ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നത്. അത് വരുന്ന കാലത്ത് കളക്ടർ ശ്രീ വിജയ് കുര്യനായിരുന്നു. അദ്ദേഹം കാക്കനാട് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ കുര്യ ഇടയ്ക്ക് വരുമായിരുന്നു. അത് അവിടെ തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തിന്റെ ഉപദേശം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ അദ്ദേഹം തരണം ചെയ്ത് അന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നത്, ഇവിടെ ആരാ വിമാനം കയറാൻ വരുന്നത്? ഈ ചതുപ്പ് നിലത്ത് വിമാനത്താവളം ഉണ്ടാക്കാൻ പറ്റുമോ? ഇതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? നമുക്ക് ആ മറ്റേ ചെറിയത് പോരെ? ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ച് ഇന്ന് ഇന്ത്യയിലെ 4ാമത്തെ എയർപോർട്ടായിട്ട് അത് വളർന്നു. എത്ര ആയിരക്കണക്കിന് 10,000-കണക്കിന് പേർക്ക് അതിലൂടെ ജോലി കിട്ടുന്നു. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ എയർപോർട്ടല്ലേ സോളാർ പവർ കൊണ്ട് നടക്കുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, അവിടെ പച്ചക്കറി പോലും അദ്ദേഹം കൃഷി ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ബുദ്ധിയും അതുപോലെ ആശയം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാധിക്കും. ഇന്നത് 3ാമത്തെ ടെർമിനൽ പണിത് കഴിഞ്ഞ് 4ാമത്തെ പണിയാൻ പോവാണ് അവര് എന്ന് പറഞ്ഞ് ഇതുമാത്രം വികസിച്ചവര്. ചുരുക്കത്തില്
നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ നിക്ഷേപം ആകർഷിക്കാൻ കഴിഞ്ഞാൽ മതി. അതുകൊണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഈ കുട്ടികളോട് നിന്നോളും, എങ്ങും പോവുകയില്ല. നമ്മുടെ ആശങ്ക അത് 100% ശരിയാണ്, ഇല്ല എന്ന് ആര് പറഞ്ഞാലും കാര്യമില്ല. ഇപ്പം നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്.